ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ രേണുസുധിയോട് ചോദിക്കുന്നുണ്ട്, രേണുസുധി മൊട്ടയടിക്കാൻ തയ്യാറാണോ? ധൈര്യശാലികളായ 3 പേരെ പറഞ്ഞു വിട്ടിട്ട് അവർക്ക് ധൈര്യമില്ലാതെ പോയെന്നും ലാലേട്ടൻ പറയുന്നു. അനീഷിനോട് മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അനീഷ് അത് ഓക്കേന്ന് പറഞ്ഞു. ആര്യനോട് ജ്യൂസ് കുടിക്കാനാണ് പറഞ്ഞത്. ജിസേലിന് കിട്ടിയതാവട്ടെ മൊട്ടയടിക്കാനുമായിരുന്നു. ജിസേലിൻ്റെ മുമ്പിലിരുന്ന പാക്കറ്റ് എന്തുകൊണ്ടാണ് തുറന്നു നോക്കാഞ്ഞതെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ജിസേൽ പറഞ്ഞ മറുപടി അത് ബിഗ് ബോസ് പറഞ്ഞില്ല എന്നാണ്. നിങ്ങൾ തുറന്ന് നോക്കണമായിരുന്നു. നിങ്ങളത് തുറന്ന് നോക്കാഞ്ഞെന്താ? നിങ്ങൾ ബിഗ് ബോസിനോട് ചോദിക്കണമായിരുന്നു. ഇതെന്താണെന്ന് ഞങ്ങൾ തുറന്ന് നോക്കട്ടെ എന്ന് ചോദിക്കണമായിരുന്നു. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ 3 പേരും കൂടി അടി തുടങ്ങി. ആ പാക്കറ്റ് ഇതുവരെയും പൊട്ടിക്കാതെ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ആ പാക്കറ്റിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. അഭിലാഷ് പോയി ആ പാക്കറ്റ് എടുത്തിട്ട് വരുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അഭിലാഷിനെ പറഞ്ഞ് സ്റ്റോർ റൂമിലേക്ക് വിടുകയാണ്. സ്റ്റോർ റൂമിലിരിക്കുന്ന പാക്കറ്റ് എടുക്കാനായി അഭിലാഷ് പോകുന്നു. അഭിലാഷ് പോയി പാക്കറ്റ് എടുത്തുകൊണ്ട് വരുന്നു. പക്ഷേ അത് പൊട്ടിച്ച് വായിക്കുന്നതിന് മുമ്പായി ലാലേട്ടൻ പറയുന്നു, രേണു അന്ന് ആരാണ്ടൊക്കെ പറയുന്നത് കേട്ടല്ലോ, ഞാനാണെങ്കിൽ മുട്ടയടിച്ചേനെ എന്ന് നിങ്ങൾ പറഞ്ഞതായി. രേണു ഇപ്പം മുട്ടയടിക്കാൻ തയ്യാറാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. രേണുസുതി പറഞ്ഞുകൊണ്ട്, ഇല്ല ലാലേട്ട, ഞാൻ മുട്ടയടിക്കത്തില്ല. കാരണം മുടിയില്ലാഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ എക്സ്റ്റൻഷൻ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മുട്ടയടിക്കത്തില്ലെന്ന് രേണുസുതി പറയുന്നു. അത് കേട്ടിട്ട് ലാലേട്ടൻ ചിരിക്കുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ശൈത്യ അനിമോളും പറയുന്നുണ്ട്, ഞാൻ മുട്ടയടിക്കാമെന്ന് ശൈത്യം പറയുന്നു ഞാൻ മുട്ടയടിക്കാമെന്ന്. അനിമോൾ പറയുന്നത് പ്രോഗ്രാമിന് വേണ്ടി ഞാൻ മുട്ടയടിക്കാൻ തയ്യാറാണെന്ന്. ഗെയിമിന് വേണ്ടി മുട്ടയടിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. അപ്പോഴേക്കും അഭിലാഷ് ആ പാക്കറ്റുമായിട്ട് വരികയാണ്.